ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 1. ആരെല്ലാമാണ് ഫിലിപ്പിയരുടെ പുസ്തകം എഴുതിയത്? പൗലോസും തീമോഥെയോസും. ഈ പുസ്തകത്തിന്റെ താക്കോൽ പദം ഏതാണ്? സന്തോഷം. പൗലോസ് തന്നെയും തീമോഥെയോസിനെയും എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ക്രിസ്തു യേശുവിന്റെ ദാസന്മാർ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഫിലിപ്പിയിലെ ഏത് കൂട്ടം ആൾക്കാർക്കാണ് എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയിൽ ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും ഫിലിപ്പിയർക്ക് എന്തെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്. കൃപയും സമാധാനവും. ഫിലിപ്പിയരെ കുറിച്ച് പൗലോസ് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നത് എന്ത്? അവരിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന്. പൗലോസ് ഫിലിപ്പിയിലുള്ള എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. പൗലോസ് ഫിലിപ്പിയരെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയുന്നത് എന്തുകൊണ്ട്? ഒന്നാം നാൾ മുതൽ ഇന്നുവരെയും സുവിശേഷ ഘോഷണത്തിൽ അവർക്കുള്ള കൂട്ടായ്മ നിമിത്തം. ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൃപയിൽ കൂട്ടാളികളായ ഫിലിപ്പിയരെ ഒക്കെയും പൗലോസ് തന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു. പൗലോസിന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിപാദത്തിലും സ്ഥിരീകരണത്തിലും. എങ്ങനെ ഫിലിപ്പിയരെ കാണാനാണ് ദൈവത്തെ സാക്ഷി നിർത്തി പൗലോസ് വാഞ്ചിക്കുന്നത്? ക്രിസ്തു യേശുവിന്റെ ആർദ്രതയോടെ. നമ്മുടെ സ്നേഹം എങ്ങനെയാണ് വർദ്ധിച്ചു വരേണ്ടത്? മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. ക്രിസ്തുവിന്റെ നാളിൽ അവർ എന്തായിരിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട്. തനിക്ക് ഭവിച്ചതെല്ലാം എന്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്നാണ് പൗലോസ് പറയുന്നത്? സുവിശേഷത്തിന്റെ. തന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് ആർക്കാണ് തെളിവായി വന്നത്? അകമ്പടി പട്ടാളത്തിൽ ഒക്കെയും ശേഷം എല്ലാവർക്കും. പൗലോസിന്റെ ബന്ധനങ്ങൾ നിമിത്തം സഹോദരി സഹോദരന്മാർ കർത്താവിൽ ധൈര്യം കൊണ്ട് എന്ത് ചെയ്യാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. പൗലോസിന്റെ ബന്ധനങ്ങൾ നിമിത്തം മിക്ക സഹോദരി സഹോദരന്മാരും എന്തായി തീർന്നു? കർത്താവിൽ ധൈര്യം പൂണ്ടു. ചിലർ ഏതു നിമിത്തമാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചത്? അസൂയയും പിണക്കവും നിമിത്തം. നല്ല മനസ്സോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ പൗലോസിനെ കുറിച്ച് എന്തറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് പൗലോസ് ഇവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. പൗലോസ് ബന്ധനത്തിലായിരിക്കുമ്പോൾ ചിലർ തനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് എങ്ങനെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? നിർമ്മലതയോടെയല്ല, ശാഠ്യത്താൽ. പൗലോസിന് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് ചിലർ നിർമ്മലതയോടെയല്ല, ശാഠ്യത്താൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചത് എപ്പോഴാണ്? പൗലോസിന്റെ ബന്ധനങ്ങളിൽ. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. ഏതിൽ? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും
ഏത് തനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് താൻ അറിയുന്നു. നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പൗലോസ് എന്ത് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു? ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന്. ജീവിക്കുന്നതിനെയും മരിക്കുന്നതിനെയും കുറിച്ചുള്ള പൗലോസിന്റെ വീക്ഷണം എന്താണ്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. വിട്ടുപിരിഞ്ഞ് എവിടെ ഇരിപ്പാൻ പൗലോസ് കാംക്ഷിക്കുന്നു? ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ. നിങ്ങൾ നിമിത്തം എന്ത് വളരെ ആവശ്യം എന്നാണ് പൗലോസ് പറയുന്നത്? ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്തിനു വേണ്ടി താൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കും എന്നും താൻ അറിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി. താൻ ഫിലിപ്പിയരുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ അവർക്ക് എന്ത് ചെയ്യാനാകുമെന്ന് പൗലോസ് പ്രതീക്ഷിക്കുന്നു. തന്നെക്കുറിച്ച് അവർക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി എങ്ങനെ നടക്കണം? ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി എന്ത് അനുഭവിക്കാൻ കൂടി വരം നൽകിയിരിക്കുന്നു. അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.